ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. താൻ ആരാലും നിഷേധിക്കപ്പെട്ടു, തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്നുള്ള സങ്കടത്തിൽ കൃഷ് ഒരൊറ്റ കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന സത്യം കൺമണിയോട് സങ്കടത്തിൽ പറയുന്നുണ്ട്. അതിന് കൺമണി അയാളെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് രാഹുൽ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി അതിൽ കയറാൻ തുടങ്ങുമ്പോൾ സാക്ഷാൽ കൃഷ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ആദ്യം കൺമണിയാണ് രാഹുൽ എന്തിനാണ് കൃഷ് സാറിനെ ചോദിച്ചതെന്നും മറ്റും ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ തനിക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടയുടനെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്ത് കൃഷ് രാഹുലിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് രാഹുലിന് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്. നിന്റെ കാലുണ്ടല്ലോ, ഒരു കരുണയുമില്ലാതെ ചിലപ്പോൾ ഞാനത് വെട്ടിയെടുക്കുന്ന കൃഷി പറയുന്നു. പിന്നീട് മാനസയെ കാണുന്ന രാഹുൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. രാഹുലിനെ കൈകാര്യം ചെയ്തു അവരൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ മാനസ. ഇല്ലെന്ന് പറയുന്നുണ്ട് രാഹുൽ. ആ സമയം കൃഷ്ണനെ നേരിട്ട് ഈ കഷ്ടകാലങ്ങൾ മാറാനായിട്ട് സാഗറും സുജാതയും വീണ്ടും ജോൽസിൻ്റെ അടുത്ത് എത്തുകയാണ്. ഈ തടസ്സങ്ങളൊക്കെ മാറാൻ എന്താ പോംവഴി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുജാത. പിന്നീട് മാനസ രാഹുലിനോട് കൃഷിൻ്റെ അവസ്ഥയിൽ മതിമറന്ന് സന്തോഷിച്ച് അഹങ്കാരഭാവത്തോടെ ഇപ്പോഴും ശരിക്കും കൃഷി അനാഥാനായതെന്ന് പറയുന്നു. രാത്രി റൊമാൻറ്റിക്കായി നോക്കി രാഹുലിനെ കൊടുത്തത് പോരെ എന്ന് കൃഷി കൺമണിയോട് ചോദിക്കുകയാണ്. കൺമണിയും തിരിച്ച് റൊമാൻറ്റിക്കായിട്ട് കൃഷിനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.